സാറയാണ്. ഇന്ന് രാവിലെ തന്നെ മഴയാണ്. അപ്പോൾ മഴ നമുക്ക് സന്തോഷവും സങ്കടമൊക്കെ തരുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ കാല ജീവിതം ഒന്ന് ആലോചിച്ചായിരുന്നു. ഒരു 1.5 വർഷം മുമ്പ് കൊച്ചി പോലത്തെ സ്ഥലത്ത് പള്ളുരുത്തിയിലായിരുന്നു ഞാൻ ലാസ്റ്റ് വാടകയ്ക്ക് താമസിച്ചത്. അവിടെ ഇങ്ങനെ സൈഡിൽ കൂടി കാണയുണ്ട്, റോട്ടിൽ വെള്ളം വരും. അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ നമ്മുടെ വെള്ളം വരും. വെറുതെ വെള്ളമല്ല, കാണയിലെ വെള്ളമാണ്. കൊച്ചിയിലെ അഴുക്കറിയാലോ. അപ്പോൾ സ്റ്റെപ്പ് വരെ വരും. അപ്പോൾ എപ്പോഴാണ് ഇതകത്തേക്ക് കയറുന്നതെന്നുള്ള ടെൻഷനാണ്. പക്ഷെ ഇതകത്തേക്ക് കയറിയിട്ടില്ല. പക്ഷെ ചുറ്റിനും ചീത്ത വെള്ളമാണ്. കാണയിലെ വെള്ളം, വേസ്റ്റ്. അങ്ങനെ രാത്രി എല്ലാം അലാം വെച്ച് എണീക്കും, ഇതകത്തേക്ക് എങ്ങാനും കയറുമോ. ഇതിൻ്റെ ഹൗസ് ഓണർ പറയും വെള്ളം കയറിയിട്ടില്ല ഇതുവരെ. പക്ഷേ നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ടെൻഷൻ കാണത്തില്ലേ, ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രി ഇങ്ങനെ അലാറം വെച്ച് നോക്കും, ചുറ്റിനും വെള്ളം വരുന്നുണ്ടോ. ഭയങ്കര സ്മെല്ലാണ്. ഈ വെള്ളം മഴ നിന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ ഈ കാണയുടെ മണവും സ്മെല്ലും പിന്നെ അതെല്ലാം അടിച്ച് കഴുകി ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഈ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. സെയിം ടൈം ഇതുപോലെ ഒരുപാട് പേര് വെള്ളം കയറുമോ അല്ലെങ്കിൽ വെള്ളം ചുറ്റിലുമായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്കത് ഓർക്കുമ്പോൾ എനിക്ക് ഒരു വിഷമവും ആദിയൊക്കെ ഉണ്ട്. കാരണം എൻ്റെയൊക്കെ കുഞ്ഞ് കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. മുറ്റത്തൊക്കെ വെള്ളം ഉണ്ടാവും, കളിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്ക് പേടിയൊന്നുമില്ല. വെള്ളം കയറുമോ അങ്ങനെയുള്ളൊരു പേടിയൊന്നുമുള്ളൊരു കാലഘട്ടം വരുന്നില്ല ഞാൻ ജീവിച്ചത്. എല്ലാവരുടെയും കുട്ടിക്കാലം അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. മഴവെള്ളം വരും, അതിലൊക്കെ കളിക്കും. പക്ഷേ ഇന്ന് മഴ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് ആളുകൾക്കെങ്കിലും പേടിയുള്ളൊരു കാര്യമാണ് മഴ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സഹായവും ഡെയിലിയുള്ള ഒരു നമ്മുടെ ആഗ്രഹവും അതിന് വേണ്ടിയിട്ട് അധ്വാനവും എല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ ഒരു ഇത് കൊണ്ട് എനിക്കൊരു വീടുണ്ടായി. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് അല്ലെങ്കിൽ പണിതുകൊണ്ടിരിക്കുന്നവരോട്, സ്ഥലം വാങ്ങാനുള്ളവരോട് എൻ്റെ അനുഭവത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഒരു വീടെന്നൊരു സ്വപ്നത്തിൽ അടിത്തറയിട്ട് ചിലവർക്ക് ലോൺ എടുക്കാൻ ആഗ്രഹം ഉണ്ടാവും, ചിലവർക്ക് സ്വന്തം സേവിങ്സിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം അധ്വാനത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫണ്ട് വരുമ്പോൾ വീട് പണിയാൻ വേണ്ടിയിട്ടിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടും നിങ്ങളുടെ കൂടെയുള്ളവരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ നമ്മളാണ് വീട് വെക്കുന്നത്. തറ കെട്ടി, അയ്യോ തറ കെട്ടിയിട്ട് എത്ര വർഷമായി, വീട് പണിതില്ലേ. പിന്നെ പറയും വാർത്തിട്ട് എത്ര നാളായി, ഇത്രയും നാളായിട്ട് കയറാൻ പറ്റിയില്ലേ. അങ്ങനെ പല കമൻസും. നമ്മളൊക്കെ മനുഷ്യരാണ്. ഞാനൊക്കെയും പറയാറുണ്ട് ആരെങ്കിലും, അയ്യോ ഇത്ര നാളായി വീട് വെച്ചില്ലല്ലോ അല്ലെങ്കിൽ തറ പണിതല്ലോ. എന്നിട്ട് അതൊന്നും കേൾക്കരുത്. ഒന്നാമത് അത് നമ്മൾ മനസ്സിൽ അത് നമ്മൾക്കൊരു ഇതുണ്ടാവണം. അതായത് നമ്മൾ ലോൺ എടുത്താണ് വീട് പണിയണമെങ്കിൽ ലോണിന് EMI നമുക്ക് അടക്കാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ലോൺ എടുത്ത് നിങ്ങൾ EMI അടക്കാൻ പറ്റണം. ആ സമയത്ത് നിങ്ങൾ വീട് പണിക്ക് ഇറങ്ങിയാൽ മതി. അല്ലാതെ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടൊരു വീടായില്ലല്ലേ, അതിലൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയാൽ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലോൺ എടുക്കുന്നു. ഞാനിപ്പോൾ ഒരു ലോൺ എടുത്താണ് വീട് വെച്ചത്. ഈ ലോൺ എടുക്കാനുള്ള ധൈര്യം വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു 5 വർഷം വേണ്ടി വന്നു. കാരണം എന്നെ അറിയുന്നവരല്ല, എൻ്റെ കൂടെയുള്ളവർക്ക് അറിയാൻ പറ്റും. എല്ലാവരും പറയും ഇപ്പോൾ ലോൺ എടുത്തോ, നിനക്ക് ലോൺ എടുത്താൽ വീട് വെക്കുമല്ലോ. അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഈ ലോൺ അടക്കാൻ പറ്റുമോ എനിക്ക്, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുക, നമ്മളുടെ വരുമാനം എന്താണ്, ഇത്ര രൂപ ലോൺ അടച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, ഇത്ര രൂപ എൻ്റെ ഫാമിലിക്ക് ചിലവാക്കി കഴിഞ്ഞാൽ ബാക്കി കൊണ്ട് എനിക്ക് ലോൺ അടക്കാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് എൻ്റെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞിട്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ മനസ്സമാധാനത്തോടെ നമുക്ക് ലോൺ അടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാതെ നമുക്ക് ഒരു സ്വപ്നങ്ങളും സാധ്യമാവില്ല. എൻ്റെ അനുഭവം കേട്ടോ, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നുമല്ല. ഇത് ഞാൻ ഇവിടെ പറയുന്നതെല്ലാം ഞാൻ അനുഭവിച്ചതും പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ പോയി തല വെച്ചതും അവരുടെ കാര്യത്തിൽ പോയി ഇടപെട്ട് അങ്ങനെ കിട്ടിയ എക്സ്പീരിയൻസ് അല്ലാതെ ഒരു കാര്യവും ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യത്തില്ല. പിന്നെ
എവിടെയെങ്കിലും കുറച്ച് സ്ഥലം മതി എനിക്ക്, എവിടെയെങ്കിലും കുറച്ച് സ്ഥലം മതി എന്നുള്ളൊരാഗ്രഹമാണ്. അല്ല ഇന്ന സ്ഥലത്ത് എനിക്ക് സ്ഥലം മേടിക്കണം, അവിടെ തന്നെ എനിക്ക് വീട് വെക്കണം, അങ്ങനെയുള്ളവർക്കല്ല. എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് പോര്. കരിമുകൾ, പുത്തൻകുരിശി ഭാഗത്ത് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ കാണിച്ച വീഡിയോയിൽ എൻ്റെ വീട് കഴിഞ്ഞിട്ട് പെരുമ്പാവൂർക്ക് പോണ റൂട്ടാണ്. എനിക്കറിവുള്ള കാര്യം കേട്ടോ, കേരളത്തിൽ ഒരുപാട് സ്ഥലത്തുണ്ടാവും. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം ഇച്ചിരി സ്ഥലം വേണമെന്നുള്ളവർക്ക് നമുക്ക് കുറച്ച് പൈസയും കൊണ്ടൊക്കെ 2-3 സെൻറ്റ് സ്ഥലമൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ വീട്, സ്ഥലം അങ്ങനെ സ്വപ്നമുള്ളവരൊക്കെ ഇങ്ങോട്ട് ഓടിപ്പോര്. അപ്പോൾ എൻ്റെ അടുത്തായിട്ടൊക്കെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരോടും മഴയല്ലേ, ഞാനിപ്പോൾ വണ്ടി ഓടിച്ചപ്പോൾ എൻ്റെ ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് രാവിലെ പോയതാണ്. ഇപ്പോൾ തിരിച്ച് കയറുന്നതാണ് ഈ രാത്രി സമയം. അപ്പോൾ എനിക്ക് ആരോടൊന്നും മിണ്ടാൻ പറ്റിയില്ല. എന്താണ്, ഞാൻ എവിടെയാണ്, കുറച്ച് പേരോടൊക്കെ പറ്റുന്ന പോലെ എൻ്റെ ചില കാര്യത്തിന് പോയതാണ് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് പറ്റാത്തത്, ഞാൻ ബിസിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 ദിവസത്തിൽ ഏറ്റവും തിരക്കുള്ള ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഡ്രൈവ് ചെയ്യണവരോട്, അതായത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, നമ്മൾ ഈ കാറിൽ പോകുമ്പോൾ ഈ വെള്ളത്തിൽ ചാടും. നമുക്ക് നല്ല രസമായിട്ട് തോന്നും ഇങ്ങനെ വെള്ളം തെറിക്കണത്. പക്ഷേ അതിൻ്റെ അടുത്തു കൂടി പോകുന്ന സൈക്കിളിന് പോകുന്ന ചേട്ടന്മാരും സ്കൂട്ടറിന് പോകുന്ന ചേച്ചിമാരും അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ കാറ് വരുന്നതിന് മുമ്പ് ഒരു സ്കൂട്ടർ യാത്രക്കാരിയായിരുന്നു ഞാൻ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാർ ഓടിക്കുമ്പോൾ ഈ വെള്ളം തെറിക്കുമ്പോഴേക്കും ബാലൻസ് പോകും. ഞങ്ങൾ സ്ത്രീകൾ എന്നല്ല, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ബാലൻസ് പോകുമായിരുന്നു. പിന്നെ അതുമല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, എന്തായാലും ഓൾറെഡി മഴയുണ്ട്. അപ്പോൾ ഈ കാറുകാർ പോകുമ്പോൾ ഈ വെള്ളം തെറിപ്പിച്ച് ഫുള്ള് നനയും. അപ്പം നമുക്ക് പറ്റാവുന്നത്രയും വലിയ ധൃതിയിലൊന്നും വീടെത്തേണ്ട, വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഇച്ചിരി പതുക്കെ പോവുകയാണെങ്കിൽ ഈ വെള്ളം തെറിക്കാതെ മറ്റുള്ളവർക്കും സൈക്കിളുകാർക്കും നടന്നു പോകുന്നവർക്കും യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എന്നോട് പറഞ്ഞു ചേച്ചി ഇവിടം വരെ എത്തിയ കാര്യങ്ങൾ പറയാൻ. അത് 40 വർഷത്തെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് 40 വയസ്സുണ്ട്. ഈ 40 വർഷവും എനിക്ക് കുറേ അനുഭവങ്ങൾ, കുഞ്ഞായപ്പോൾ മുതലുള്ള അനുഭവങ്ങളുണ്ട്. അപ്പം ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മിണ്ടാം. എല്ലാവരോടും എല്ലാം ഞാൻ പറയും. എനിക്ക് നിങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളോട് ഞാൻ കാര്യങ്ങൾ പറയും. അപ്പോൾ നിങ്ങളത് കേൾക്കണം, എന്നോട് സംസാരിക്കണം. കമൻസ് വഴി സംസാരിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കമൻസ് വായിക്കുമ്പോൾ മറ്റുള്ളവർക്കോ ചേച്ചിയുടെ വീട് കരിമുകളാണല്ലേ, കമൻസ് വായിക്കുമ്പോൾ ആ ചേച്ചി അയാൾക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കരിമുകളാണല്ലേ. ഓരോരുത്തർക്കും എനിക്ക് മെസ്സേജ് അയക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഒരാളേ ഉള്ളൂ ഈ വീട്ടിൽ. ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ഒന്നും മനസ്സിലാവാതെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് മിണ്ടണം. അതായത് ഞാൻ മിണ്ടുന്നത് എൻ്റെ സ്വകാര്യമായൊരു സന്തോഷത്തിന് മിണ്ടാനായിട്ട് ഞാൻ സമയം കണ്ടെത്തുവാണ്. എൻ്റെ ജോലി ചെയ്യണം, വീട്ടിലെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, ഓഫീസിലെ കാര്യം നോക്കണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ മിണ്ടി എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജാടയാണ്, അഹങ്കാരിയാണെന്നൊന്നും കരുതരുത്. എനിക്ക് മിണ്ടാൻ എൻ്റെ വീട്ടിൽ 2 കുട്ടികളും എനിക്കൊരു ഫ്രണ്ടാണുള്ളത്. അവളുള്ള ഫാമിലിയാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കൂട്ടുകാരുള്ളതല്ല. പിന്നെ എനിക്ക് എൻ്റെ കൂടെ വന്ന് ചേർന്നവരാണ് എൻ്റെ കുടുംബം. എനിക്ക് കൊച്ചു കുടുംബമാണുള്ളത്. എൻ്റെ മോളെ നോക്കിയവരും എന്നെ സഹായിക്കാൻ വന്നവരൊക്കെ എൻ്റെ കുടുംബമാണ്. അപ്പോൾ അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജാട കാണിക്കുമല്ല. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട്. സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതും ഇതിലൂടെ ഞാനിത് പറയുന്നതും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴ ആസ്വദിക്കാൻ പറ്റുന്നവർ ആസ്വദിക്കുക. വിഷമങ്ങളുള്ളവർ എന്നെങ്കിലും അത് മാറുമെന്ന പ്രതീക്ഷയിലിരിക്കുക. എല്ലാവർക്കും ഉണ്ടാവും ഒരു നല്ല കാലം. നല്ല കാലമുള്ളവർ തീർച്ചയായിട്ടും ചിന്തിക്കണം, ഒരു താഴ്ച നമുക്കും ഉണ്ടാകും. അല്ലാതെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്ത് മുന്നേറുക. നമ്മൾ മനുഷ്യരല്ലേ, എത്ര വലിയ സംഭവമാണെന്നറിയോ ഈ മനുഷ്യരെന്ന് പറഞ്ഞാൽ. അപ്പോൾ അടിപൊളിയാവട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സാറയാണ്. ഇന്ന് രാവിലെ തന്നെ മഴയാണ്. അപ്പോൾ മഴ നമുക്ക് സന്തോഷവും സങ്കടമൊക്കെ തരുന്നതാണ്.